ആദർശ സമ്മേളനം എന്ന് ബോർഡ് വെച്ചാൽ അതിനർത്ഥം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി വന്നാൽ നിങ്ങൾക്ക് ആദർശം കേൾക്കാം എന്നാണ് അതിനർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് കയറി ഭക്ഷണം കഴിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു കാളയും ഒരു പോത്തും എന്റെ ബില്ലെത്രയാണ് എന്ന് ചോദിച്ച് ക്യാഷ് കൊടുക്കാറ് ഇല്ല. കാരണം അതിൽ ഭക്ഷിക്കണം എന്നല്ലാതെ അത് ഹലാലാകണം എന്ന ബോധം മൃഗങ്ങൾക്ക് ഇല്ല. ഒരു പൂവനോഴി അതിന്റെ ഇണയുമായി ബന്ധപ്പെടുമ്പോൾ ഒരു നിക്കാഹ് നടക്കണം എന്ന ചിന്ത പൂവൻകോഴിക്കുമില്ല, അതിന് സന്നദ്ധമാകുന്ന പെടക്കോഴിക്കും ഇല്ല. കാരണം വിശേഷ ബുദ്ധി ഇല്ല. ഈ അടുത്ത് മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു യോഗം വിളിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കുറെ പണ്ഡിതന്മാരുടെ ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ പല പണ്ഡിതന്മാരും പങ്കെടുത്തു. അങ്ങനെ അതിന് സുന്നി പണ്ഡിതന്മാരും അല്ലാത്ത ആളുകൾ ഉണ്ട്, സുന്നികളിൽ തന്നെ പെട്ട എല്ലാ സംഘടനയിലെയും ആളുകൾ ഉണ്ട്. അങ്ങനെ അവിടെ ഒരാവശ്യത്തിന് വേണ്ടിയാണ് ചർച്ച. പക്ഷേ ചർച്ച വഴിവിട്ട് വഴിമാറി സഞ്ചരിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സുന്നി വിരോധികൾ എപ്പോഴും ചർച്ച മാറ്റിക്കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങളൊക്കെ സാധാരണ മാധ്യമമൊക്കെ വായിക്കുന്ന ആളുകളാണല്ലോ സുഹൃത്തുക്കളെ. അങ്ങനെ ഒരു മൗലവി പറഞ്ഞു, നിക്കാഹൊക്കെ വേണ്ടത് തന്നെ, അതുപോലെ വിവാഹത്തിന്റെ നിയമങ്ങളൊക്കെ വേണ്ടത് തന്നെ. പക്ഷേ ഈ നിക്കാഹ് നടക്കുമ്പോ വധുവിന്റെ പിതാവ് വരന് നിക്കാഹിന്റെ വാചകം അങ്ങ് പറഞ്ഞു കൊടുക്കുകയും അത് രണ്ടാള് കേൾക്കുകയും ചെയ്താൽ പോരെ? പിന്നെ എന്തിനാണ് ഒരു ചൊല്ലിക്കൊടുക്കൽ? ഒരു ഖാദിയാരെന്തിനാ? എന്നിട്ട് ഒരു ഖാദി അല്ലെങ്കിൽ ഒരു തങ്ങൾ വലിയ ഒരു മുസ്ലിയാർ ഇങ്ങനെ അങ്കഹത്തുക്ക അങ്കഹത്തുക്ക ബിന്ദി ബിന്ദി അങ്കഹത്തുക്ക ബിന്ദി അങ്കഹത്തുക്ക ബിന്ദി എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഏർപ്പാട് എന്തിനാണ്? അതൊക്കെ പൗരോഹിത്യമാണ് എന്ന് ഒരു മൗലവി ആ യോഗത്തിൽ വെച്ച് പറഞ്ഞു. അപ്പോ സുന്നികളായ മുസ്ലിംമാരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. ഇയാൾ പറഞ്ഞപ്പോ നമ്മുടെ മർക്കസിലെ മുദരിസ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ മുശാവറ അംഗങ്ങളിൽ ചെറുപ്പക്കാരനും ആയ ഹുസൈൻ സഖാഫി തുള്ളിക്കോട് ആ മീറ്റിംഗിൽ ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ കഴിയുന്നവരെ ക്ഷമിച്ച് കാത്തുനിന്നതിന് ശേഷം തുള്ളിക്കോട് ചോദിച്ചു, സാർ ഇവിടെ കുറെ മന്ത്രിമാരിരിക്കുന്നുണ്ടല്ലോ, അതെ, ഈ മന്ത്രിമാർക്കൊക്കെ മന്ത്രിയാകുന്ന സമയത്ത് ഒരു പ്രതിജ്ഞ എടുക്കുന്ന ഏർപ്പാട് ഉണ്ടല്ലോ, ഉണ്ട്. അത് എന്തിനാണ് ഈ ഗവർണർ ചൊല്ലിത്തരുന്നത്? നിങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയില്ലേ? നിങ്ങൾക്കെല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം, പ്രതിജ്ഞയുടെ വാചകങ്ങളും അറിയാം. പിന്നെന്തിനാണ് ഒരു ഗവർണർ ഇങ്ങനെ ചൊല്ലി തന്നിട്ട് അങ്കഹത്തുക്ക അങ്കഹത്തുക്ക ബിന്ദി ബിന്ദി എന്ന് പറയുന്ന മാതിരി എന്തിനാണ് ഈ ഗവർണർ ചൊല്ലിത്തരുന്നത്? മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ലേ? പിന്നെ എന്തിനാ രാഷ്ട്രപതി ചൊല്ലിക്കൊടുക്കുന്നത്? അപ്പോഴാണ് മൗലവിയുടെ മുഖം കറക്കുന്നത്. മൗലവിയുടെ മുഖം അപ്പോഴാണ് കറുത്തുപോയത്. കാരണം തുള്ളിക്കോട് പറഞ്ഞു, ഒരു വിഷയത്തിന്റെ ഗൗരവം, ആ ഗൗരവം മനസ്സിൽ പതിയണമെങ്കിൽ അത് ഗൗരവത്തിൽ തന്നെ ആകാം. ഒരു മന്ത്രിയായി പ്രതിജ്ഞയെടുക്കുമ്പോൾ അത് നമ്മുടെ സ്കൂളിൽ പാർലമെന്റിൽ എടുക്കേണ്ട പ്രതിജ്ഞ പോലെ അല്ല, മറിച്ച് ഒരു രാഷ്ട്രത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിജ്ഞയാണ്. അത് ഉത്തരവാദപ്പെട്ട ഒരാൾ ചൊല്ലിക്കൊടുക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് അതിന്റെ ഗൗരവം സമൂഹത്തിലും പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കുമൊക്കെ വേണ്ടതുപോലെ ബോധ്യപ്പെടുക. ഇതുപോലെ ഇത് ഏതെങ്കിലും ഒരു ടൗണിൽ പോയിട്ട് ഇതാ 1 കിലോ പഞ്ചസാരക്ക് എത്ര വില, അതിന് ഇത്ര വിലയാണ്
എന്ന് പറയുമ്പോ എന്നാ പഞ്ചസാര കൊണ്ടുവാ എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന പോലത്തെ ഒരു ഏർപ്പാടല്ല നിക്കാഹ്. മറിച്ച് ഒരു കുടുംബജീവിതത്തിന്റെ തുടക്കമാണ്, അത് അന്ത്യനാൾ വരെ തുടർന്നു പോകേണ്ട വിഷയമാണ്. അത് വളരെ ആത്മീയതയിലും വളരെ അച്ചടക്കത്തിലും ഒരു അനുഗ്രഹീതമായ ഒരാളുടെ നാവ് കൊണ്ട് പറഞ്ഞ് ചൊല്ലി കൊടുത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ നടന്നു വരിക എന്നത് നമ്മുടെ പഴയ കാലം മുതലേ നടന്നു വരുന്ന ഒരു ആചാരമാണ്. അത് അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ അനിവാര്യമാണ്. നിങ്ങൾ നിയമസഭയിലും അതുപോലെ പാർലമെന്റിലുമൊക്കെ പ്രതിജ്ഞ എടുക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അത് തന്നെയാണ് ശരി എന്ന് ബോധ്യപ്പെട്ടു. ഞാനിത് പറഞ്ഞു വരുന്നത് സുന്നി ആദർശങ്ങൾ അത് ബുദ്ധിയുള്ള ആളുകൾക്ക് വേണ്ടതുപോലെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകും, മന്ത്രിമാർക്ക് മനസ്സിലാകും, അതുപോലെ ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് മനസ്സിലാകും, സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ അത് പറഞ്ഞു കൊടുക്കാൻ അറിയുന്നവർ വേണം. അവിടെ അദ്ദേഹം ഉള്ളതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കാൻ സുന്നി പണ്ഡിതന്മാർ ഉള്ളതുകൊണ്ട് അത് സാധിച്ചു. നേരെ മറിച്ച് അദ്ദേഹം ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സുന്നികൾ ഉണ്ടായതുകൊണ്ട് ആ കാര്യം നേടാൻ കഴിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ആദർശം പഠിക്കണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം, അത് പ്രചരിപ്പിക്കണം.